ശ്രീ ഷാജിയാണ്. ശ്രീ ഷാജി, അപ്പോൾ ആ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കമ്മിറ്റികൾ ഉയരുന്നുണ്ട്. ഈ കമ്മിറ്റികളുടെ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഒരു തിരുത്തലിന് തയ്യാറാകുമോ ഈ പാർട്ടി? ഹലോ, നമസ്കാരം ഷാജി, പറഞ്ഞോളൂ. യെസ്. ഈ സാറേ, ഇത് എവിടെയാ ഇവർ തിരുത്തുന്നത്? ഇവർ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാലാകാലങ്ങൾ ഇവർ തിരുത്തുന്നുണ്ട്. എന്താ തിരുത്തുന്നത് ഇവര്? നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഇവരെ നയോ? ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞാൽ ഇവരെല്ലാ കാലഘട്ടത്തിലും പറയുന്ന ഒരു തിരുത്തല്. ഒരുപാട് തിരുത്തലുകൾ വരുത്തിയ പാർട്ടിയാണ് CPM. അത് നമുക്ക് പ്രകടമായിട്ട് കാണണം. പ്രകടമായ എത്രയോ തിരുത്തലുകൾ. ഒരു കാലത്ത് ലീഗുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് പാർട്ടിയിൽ വലിയ തർക്കമുണ്ടായി, ചർച്ചയുണ്ടായി. അതിനുശേഷം അത്തരം ഒരു ബന്ധം പാടില്ല എന്ന് പാർട്ടി അങ്ങനെ ഒരു ആലോചന വന്നതിലടക്കമുള്ള പാർട്ടിയുടെ വീഴ്ച തുറന്നു പറഞ്ഞ് പാർട്ടി അത് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ പാർട്ടി എടുത്ത നിലപാടുകൾ തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റുകയും തെറ്റ് തിരുത്തുകയും ചെയ്തു തന്നെയാണ് CPM ഈ നിലയിലെത്തി. അല്ലാതെ തിരുത്തിയിട്ടില്ല എന്ന് പറയരുത്. മറ്റു പാർട്ടികളെ പോലെയല്ല, അവർ തെറ്റേറ്റു പറയാനും തിരുത്താനും ഒക്കെ തയ്യാറാകുന്ന പാർട്ടിയായിരുന്നു ഇതുവരെ. ശരി, അതിന് പറ്റിയ ആർജവമായ നേതാക്കന്മാരുണ്ടായിരുന്നു. കാരണം അവർ പാർട്ടിയേക്കാൾ മുകളിലല്ലായിരുന്നു, പാർട്ടിക്ക് വിധേയരായിരുന്നു. അവർക്ക് പാർട്ടി വേണമായിരുന്നു, ജനങ്ങളായിരുന്നു അവരുടെ പിൻബലം. ഇന്ന് ഈ കോർപ്പറേറ്റ് ഭരണം, കോർപ്പറേറ്റുകളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ജനങ്ങളെല്ലാം ഒരു ദാസരാണ് എന്നുള്ളൊരു ചിന്താഗതി വന്നു. ജനങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഒരു പുച്ഛവും അവജ്ഞയും തോന്നി. കാരണം സാധാരണ ഒരു മന്ത്രിയെ കാണുന്നതോ അല്ലെങ്കിൽ ഒരു നേതാവിനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമാണ് ഈ ഒരു 5-10 വർഷമായിട്ട് അനുഭവിച്ചത്. നമുക്കറിയാലോ, ഡാഷ് മോനും വീട്ടിൽ പോയി ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പം 25 കോടിയുടെ ഹോൾഡിംഗ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വെച്ചപ്പോ ആ ഒരു വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് 25 ലക്ഷത്തോളം ആളുകൾ കരുതി ഇയാളെ ഒന്ന് വീട്ടിലിരുത്തണമെന്ന്. വേറെ പാർട്ടി നല്ല ഭരണം കാഴ്ചവെച്ച 5 വർഷം തന്നെയാണിത്. മോശമെന്ന് എനിക്കും പറയാൻ കഴിയുന്നില്ല. പക്ഷെ പിണറായി CPM-ന്റെ മേലെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരേ ഒരു ഹോൾഡിംഗ്, അത് പിണറായി. ആ 25 കോടി രൂപയാണ് അതിനു വേണ്ടി ചെലവാക്കിയത്, അയാളുടെ ഒരു മുഖം മാത്രം. അപ്പോ ഈ ഒരു പ്രശ്നം വന്നപ്പോ വീട്ടിൽ കയറി ഇരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുമ്പോൾ അപ്പൊ 25 ലക്ഷം ജനങ്ങൾ കണക്കൂട്ടി ഇയാൾ ഇന്ന് വീട്ടിൽ ഇരുത്തണമെന്ന്. അഹങ്കാരം പറയുമ്പോൾ എന്താ അറിയാം, ജനങ്ങളൊക്കെ മറന്നു പോകും എന്നാണ് കരുതുന്നത്. ഇവർക്ക് തെറ്റ് തിരുത്താൻ കഴിയില്ല. സാർ, ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. പല പാർട്ടികളും നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പോലെ അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും ഒരു പത്രസമ്മേളനം നടത്തുന്ന വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് സാറൊന്ന് കാണിച്ചു തരുമോ? ഒന്ന് കാണിച്ചാ. BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, ഇത്ര അഹങ്കാരത്തോടെ പത്രക്കാരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ധാർഷ്ട്യമായിട്ട് പെരുമാറുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ഒന്ന് കാണിച്ചു തരുമോ? ഇവരെന്താ കരുതിയത്? ഈ 15ാമത്തെ വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ സെൽഭരണം ഉണ്ടാക്കാന്നോ? അല്ലെങ്കിൽ ഈ മറ്റെന്താ പറയുക, ഉത്തര കൊറിയയിലെ പോലെ ഇവിടെ ഏകാധിപത്യം ആവാമെന്ന് ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുന്നോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാ. കാരണം ഇപ്പോ നമ്മൾ പറയാ, ഈ ഡൽഹിയിൽ 15 വർഷമായി മോദി ഭരിക്കുന്നു. അത് ഇവിടെ വികസനവും കാഴ്ചപ്പാടും നോക്കി മാറി ജനങ്ങൾ വോട്ട് ചെയ്യും. അവിടെ പക്ഷെ അതല്ല, ജാതി സ്പിരിറ്റ് കടന്നു കയറി ഭരണത്തില്. അതുകൊണ്ട് ഒരിക്കലും മാറാൻ പെട്ടെന്ന് കഴിയില്ല. എന്ത് ഭരണം മോശമാണെങ്കിലും അത് ആ സ്പിരിറ്റിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മോദി രണ്ടാമത് കയറുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ സെൽഭരണം ഉണ്ടാക്കാൻ നോക്കി നടക്കൂല. ഞാനൊരു അനുഭാവിയാ. കാരണം ഒറ്റ കാര്യം, ഞാനൊരു അനുഭാവി ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്, ഒരു വർഷം മുമ്പേ 2 തോൽവി എത്തിയപ്പോ ഇത് പ്രതിച്ഛായ നന്നാക്കണം. ഈ പിണറായി ഈ മന്ത്രിസഭയെ മാറ്റി പുതിയൊരു മന്ത്രിസഭ വരണം, പ്രതിച്ഛായ നന്നാക്കണം. പിണറായി എന്നുള്ള ചിന്ത അവർ വെച്ചു. ശരി, താങ്കളുടെ അഭിപ്രായം. ശ്രീ ഷാജിയാണ് കോഴിക്കോട് നിന്ന് സംസാരിച്ചത്. ശ്രീ സുബ്രഹ്മണ്യൻ ആണ് പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീ സുബ്രഹ്മണ്യൻ, ഇപ്പോൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റികളൊക്കെ ഈ പരാജയം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരവമായ ചർച്ചകളാണ് നടക്കുന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരമൊരു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അതിനിശ്ചിതമായ വിമർശനം, കഴിഞ്ഞ 10 വർഷവും കേൾക്കാത്ത വിമർശനം പിണറായി വിജയനും MV ഗോവിന്ദനും കേൾക്കേണ്ടി വരുന്ന ഒരു ജില്ലാ കമ്മിറ്റികൾ കൂടിയാണിത്. ആ ഒരു വിമർശനം ഉൾക്കൊണ്ട് ഒരു തിരുത്തലിന് ഈ പാർട്ടി തയ്യാറാകുമോ? നമസ്കാരം. ഇവര് തിരുത്താൻ പോകുന്നില്ല സാറേ. ഇവര് തിരുത്തുമായിരുന്നുവെങ്കിൽ തുടർഭരണം കിട്ടിയ നാളില് മാത്യു കുഴൽനാടനും രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനൊക്കെ ഫോളോ ചെയ്ത് അവരെ ആക്രമിച്ച ആ അഴിമതി മറ്റു കാര്യങ്ങളിൽ ആ സമയത്ത് ഇവർ തിരുത്തേനെ. അപ്പോൾ ഇവര് വിചാരിച്ചു പിണറായി മാജിക്കില് തുടർഭരണം വീണ്ടും കിട്ടുമെന്ന് വിചാരിച്ചു. ജനം ഇതെല്ലാം നോട്ട് ചെയ്തു. ജനത്തിന്റെ പൾസ് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇവർ ഇനിയും തിരുത്താനെന്ന് പോകുന്നില്ല. ഇതിലെ നേതൃത്വം വഹിക്കുന്ന പണ്ടന്മാര് എല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ സംസാരിച്ച ആ അനുഭാവികളെ പോലെയുള്ള പ്രബുദ്ധരായ മുകളിലേക്ക് കയറി വന്നാൽ ചിലപ്പോ ജനം വീണ്ടും ഒരു നല്ല മനസ്ഥിതി കാണിക്കും.
എന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. എന്റെ ഭാര്യ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നു. സ്ഥിരമായിട്ട് നമ്മുടെ ഒരു പ്രേക്ഷകയാണ്. ഭാര്യയ്ക്കും അവിടെയുള്ള മലയാളി പ്രേക്ഷകർക്കും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ജോലി ചെയ്യുന്നത്? സിംഗപ്പൂര്. അവിടെയും നമ്മുടെ സിംഗപ്പൂരിൽ. പ്രേക്ഷകരുണ്ട്. ഓക്കെ. ആ, അപ്പം എന്താണ് ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് ലീല. ലീല. ഓക്കെ. അപ്പൊ എന്തായാലും സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന ലീല ചേച്ചിക്കും കൂട്ടുകാരികൾക്കും എല്ലാം സുബ്രഹ്മണ്യൻ ചേട്ടന്റെ വക ഒരു ഹായ്. അത് പൊതുവേദിയുടെ വക കൂടി ഒരു ആശംസകൾ അറിയിക്കുന്നു. ശരി, എന്തായാലും കാണുന്നുണ്ടായിരിക്കുമല്ലോ ലീല ചേച്ചി? ആ സമയം അവര് സ്ഥിരം കാണുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ. ശരി, ഓക്കെ. എന്തായാലും സിംഗപ്പൂരിൽ നിന്ന് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വിളിക്കാൻ പറയാം. നമുക്ക് പൊതുവേദിയിൽ സിംഗപ്പൂരിൽ നിന്ന് ചില അഭിപ്രായങ്ങളൊക്കെ പറയാമെന്ന് പറയാം. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. വിളിച്ചത് തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ മറ്റു മാർഗമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഗപ്പൂരിൽ നിന്ന് തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും കിട്ടും. വിദേശത്ത് നിന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്ഥിരമായി. മലയാളി പ്രേക്ഷകരുണ്ട്. ശരി. അപ്പൊ എന്തായാലും ശ്രീമതി റഹീമയാണ് കോഴിക്കോട് നിന്നും. ശ്രീമതി റഹീമ, CPM കഴിഞ്ഞ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പൊതു രീതി നേതൃത്വമെടുക്കുന്ന തീരുമാനം അപ്പടി അംഗീകരിക്കുന്നവരല്ല, വിമർശനാത്മകമായ കാര്യങ്ങളെ സമീപിക്കുന്നവരാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ. അവർ അവരുടെ കമ്മിറ്റികളിലൊക്കെ അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അതിന് പോൾ ബ്യൂറോ എടുത്ത തീരുമാനമായാലും അതിനെതിരെ വിമർശനം ഉന്നയിക്കാനുള്ള അവകാശം ആ കമ്മിറ്റികളിൽ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് വരെയുണ്ട്. അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ നേതാവ് പറഞ്ഞു എന്നതുകൊണ്ട് അനുസരിക്കുക എന്നുള്ള രീതിയൊന്നുമല്ല. പക്ഷേ തീരുമാനമെടുത്താൽ തീരുമാനത്തിനൊപ്പം നിൽക്കും. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ കമ്മിറ്റികളിൽ അത്തരം അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെക്കും. അഭിപ്രായ ഭിന്നതയല്ല, ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ മാറ്റിവെച്ച് തീരുമാനം വരും, അത് നടപ്പാക്കുക എന്ന രീതിയിലേക്ക് മാറി. അങ്ങനെ വല്ലാതെ പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ കൂടി ഉണ്ടായോ? അതുകൊണ്ട് കൂടിയാണോ ഈ പരാജയം? റഹീമ പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. തീർച്ചയായും സാറേ, തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീർച്ചയായും തിരിച്ചു വരും. കാരണം ഇത് 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. BD സതീശൻ കയറിയിട്ട് 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അവർക്ക് മുഖ്യമന്ത്രിന്റെ മാതിരി ഇത് ഒരു കൊല്ലം കൊണ്ട് ഇത് ഭരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതവിടെ നിൽക്കട്ടെ, അവർക്ക് ഭരിക്കാൻ കഴിയുമോ കഴിയാതിരിക്കുന്ന അവസ്ഥ അവിടെ നിൽക്കട്ടെ. 10 വർഷം ബഹുമാനപ്പെട്ട ശ്രീ റഹീമ, അതല്ല എന്റെ ചോദ്യം, അതല്ല റഹീമ. അവർക്ക് ഭരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ കേട്ടോ. അവരുടെ വീഴ്ച കൊണ്ട് തിരിച്ചു വരിക എന്നുള്ളതല്ലോ. തോറ്റപ്പോൾ ഇതിന് എവിടെ എന്ത് വീഴ്ച ഉണ്ടായി, ആ വീഴ്ച തിരുത്താൻ എന്ത് തുറന്ന് സമ്മതിച്ച് തിരുത്തുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പക്ഷെ ജനങ്ങളെ എല്ലാ ബാധ്യതകളും കേട്ട് അവർക്ക് വോട്ട് ചെയ്തതിനെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് കർശനം വന്നത്. അവരുടെ വാക്ക് സൗജന്യ എല്ലാ വാക്കുകളും കേട്ടിട്ട് അവര് VD സതീശന് വേണ്ടി അവര് മുഖ്യമന്ത്രി ആവണം, അങ്ങനെ ആയിട്ട് അവര് പിണറായി വിജയൻ അതില് ആരും അങ്ങനെ അംഗീകരിച്ചില്ല. എല്ലാ വാഗ്ദാനം കൊടുത്തു. പക്ഷെ പിണറായി വിജയൻ സാർ ചെയ്തതൊക്കെ മറന്നുപോയി. അങ്ങനെ ചെയ്തത് ആരുടെ ഔദാര്യമൊന്നും അല്ലല്ലോ റഹീമ. അതൊക്കെ ചെയ്യാൻ വേണ്ടിയല്ലേ ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത്. പെൻഷനൊക്കെ ഏത് പെൻഷൻ കൊടുത്താലേ, ഞാനതാ പറഞ്ഞ റഹീമ, ഇതൊന്നും ആരുടെ ഔദാര്യമല്ല. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് സർക്കാരുകളെ തെരഞ്ഞെടുത്ത് വിടുന്നത്. എന്നാലും അതൊരു തോൽവി ഇവര് ജനങ്ങൾ തോൽപ്പിച്ചതാണ്. ജനങ്ങൾ തോൽപ്പിക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. കാരണം ഈ സൗജന്യമായിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. സൗജന്യം തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ കിറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ കിറ്റ് കൊടുത്തോണ്ടാ ജയിച്ചെന്ന് പറയേണ്ടി വരത്തില്ലയോ? അങ്ങനെയല്ലോ. ജനത്തിന് ഈ ഭരണം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ജനം തോൽപ്പിച്ചു. അതെ. അപ്പോഴും തിരുത്താൻ എന്ത് വേണമെന്ന് റഹീമ പറയുന്നില്ല. തീർച്ചയായിട്ടും തിരിച്ചു വരും, തിരുത്താൻ ചെയ്യും. തിരിച്ചു വരുമോ ഇല്ലയോ എന്നല്ല റഹീമ ചോദ്യം. ഈ തെറ്റെന്താണ് പറ്റിയത്? ആ തെറ്റ് തുറന്നു പറഞ്ഞ് തിരുത്തണ്ടേ? തെറ്റ് പറ്റിയത് ഇനിയിപ്പോ പറയാൻ എന്താ ഉള്ളതെന്ന് ആർക്ക് എന്താന്ന് അറിയില്ല. ഞങ്ങൾക്ക് അറിയില്ല എന്താ എവിടാണ് തെറ്റ് പറ്റിയെന്ന്. ശരി, റഹീമ അടക്കം നിന്ന് ചിന്തിച്ചു നോക്കൂ എവിടെയാണ് തെറ്റ് പറ്റിയെന്ന്. ശരി, ശ്രീ MB മണിയാണ് വിളിക്കുന്നത് ഷൊർണൂരിൽ നിന്നും. ശ്രീ MB മണി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ആണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിലനിർത്തിക്കൊണ്ടു പോരുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ കൂടി ഒരു അഭാവമാണോ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പാർട്ടി ഇങ്ങനെ ദയനീയമായി പരാജയപ്പെടാൻ പോവുകയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് നേതാക്കൾക്ക്? ഇവിടെ ഈ നമ്മൾ പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ്. നമ്മുടെ ഈ യാത്രക്കിടയിൽ, പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രക്കിടയിൽ തൊഴിലാളികളില്ലാത്ത നേതൃത്വം വന്നു. ഒരു തൊഴിലാളി നേതൃസ്ഥാനങ്ങളിലില്ല. ഈ തൊഴിലാളി വർഗ സർവാധിപത്യം പോയി അത് പാർട്ടിയുടെ സർവാധിപത്യമായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് പാർട്ടി നേതാക്കളുടെ സർവാധിപത്യമായി. ഇവിടെയാണ് ഒരു തൊഴിലും അറിയാത്ത തൊഴിലാളികൾ എന്ന് പറയുന്നവരാണ് നേതാക്കളായി വന്നത്. ഈ അവസ്ഥയിൽ വന്നപ്പോൾ ഈ വ്യക്തികളുടെ നേതൃത്വത്തിൽ വന്നു. ആരൊക്കെയാണ് നേതാക്കൾ? അവർ പറയുന്നതാണ് പാർട്ടി നയം. അവിടെയാണ് പാളിച്ച സംഭവിച്ചത്. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. ജനങ്ങൾക്ക് പാർട്ടി അപ്രാപ്യമായി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാത്ത പാർട്ടിയായി. ഇത്രയേ ഉള്ളൂ പരാജയത്തിന് കാരണം. ഇത് തിരുത്തിയാൽ തിരിച്ചു വരാൻ എളുപ്പമാണ്.
ശരി, വളരെ വാല്യബിളായ വാക്കുകൾ തന്നെയാണ്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്നതിന് പകരം ചില നേതാക്കളുടെ സർവാധിപത്യത്തിലേക്ക്, അവരുടെ നിയന്ത്രണത്തിലേക്ക് ഈ പാർട്ടി പോയി. അത് തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ ഈ പാർട്ടിക്ക് മടങ്ങി വരാമെന്നാണ് ശ്രീ MB മണി ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ബാലനാണ്, പാലക്കാട് നിന്ന് തന്നെയാണ്. ശ്രീ ബാലൻ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.